കാറ്റ് പതുക്കെ പതുക്കെ ചാഞ്ചാടുന്ന താമരപ്പൂക്കളുടെ ഇടയിലൂടെ ഒഴുകുന്ന പൊന്നരയന്നമേ, നീ എന്റെ ഹൃദയരാഗം മൂളില്ലേ? ആനന്ദ്, ഈ മെസ്സേജ് എങ്ങനെ നിനക്ക് വന്നു? നീ അയച്ചത് റൂട്ട് മാറി വന്നതായിരിക്കും. സ്റ്റെല്ല കവിത എഴുതി എഴുതി ഇവന് ഭ്രാന്ത വന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമല്ലോ. സ്റ്റെല്ല, സുബ്രു എന്റെ പ്രിയപ്പെട്ട സുഹൃത്താ. അവന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഇടപെടുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. മുൻകാല സുഹൃതം ചെയ്യണം. നിനക്ക് ആ ഭാഗ്യമില്ല, മറന്നേക്ക് വെച്ചു. എന്നുവെച്ച് നീ ശ്രമം പാടെ ഉപേക്ഷിക്കണ്ട. ട്രൈ ചെയ്തോണ്ടേയിരിക്കെ. അവൾക്കും സമയദോഷം വരുമല്ലോ. എടാ, പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് നീ കവിത എഴുതരുത്. എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാ. കൊണ്ട് സംഭവിച്ചതാ. ഇവള് ഒറ്റ ഒരുത്തി കാരണം ഇവളിവിടെ നശിപ്പിക്കും. ചെയ്തു നിൽക്കുന്ന ശിവരാമേട്ടാ. ഡോക്ടർ എത്തും. പോട്ടെ. ആന്റി, ഓയിന്റ്മെന്റ് വല്ലതും പെരട്ടിയാലോ? അയ്യോ, വേണ്ട വേണ്ട, ഇനിയിപ്പോ ഡോക്ടർ വരട്ടെ. അയ്യോ എന്റെ ദൈവമേ, ഈ കൈ. അയ്യോ, ഡോക്ടർ എവിടെ? ഇപ്പൊ വരൂ ആന്റി. ഇപ്പൊ ഡോക്ടർ വരും. പറഞ്ഞ മതിയാക്കാൻ. എന്താ ഇവിടെ എന്തു പറ്റി? ചേച്ചി, ഈ നിൽക്കുന്ന കല്യാണി തിളച്ച സൂപ്പ് കൊണ്ടുവന്ന് ശിവരാമേട്ടന്റെ കയ്യിലേക്ക് ഒഴിച്ചു. അയ്യോ, കൈ വെന്തുപോയി. അല്ല ചേച്ചി, ഞാനും ഗംഗയും കണ്ടു നിൽക്കുവാ. ഇവള് ഒറ്റ ഒരുത്തിയാ ശിവരാമേട്ടന്റെ കൈ പൊള്ളിച്ചത്. തിളച്ച വെള്ളം വീണ് പൊള്ളിയ കൈ തണുത്ത വെള്ളത്തിൽ മുക്കിയത് ആരാണ്? ഇവള്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇവളാ ഇത് ചെയ്തത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ തണുത്ത വെള്ളത്തിൽ മുക്കരുതെന്ന്. ഏയ്, അങ്ങനെയല്ല. നല്ല കാര്യമാണ് ഈ കുട്ടി ചെയ്തത്. എന്ത്? തിളച്ച വെള്ളം വീണ് കൈ പൊള്ളിയാൽ തണുത്ത വെള്ളത്തിൽ തന്നെ മുക്കണം. ശരിയായ ഫസ്റ്റ് എയ്ഡ് ഈ കുട്ടി ചെയ്തു കഴിഞ്ഞു. ഇതാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ വേദന ഉണ്ടോ കൃഷ്ണേട്ടാ? ഇല്ല, വേദന മാറി. അഖിലെ, ഇത് കല്യാണിയുടെ കുഴപ്പമല്ല, എന്റെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത്.
എന്നോട് ഷെയർ ചെയ്യാത്ത എന്ത് സങ്കടമാ അഖിലേക്കുള്ളത്? ഏത് പ്രശ്നമാണെങ്കിലും തുറന്നു പറയൂ. കൃഷ്ണേട്ടാ, ഉം. എന്നാലും ആനന്ദ് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അത് തന്നെ കാര്യം. എനിക്കത് തോന്നി. ഈ മനസ്സെനിക്കറിയില്ലേ? ആനന്ദ് ഇതുവരെ എന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്റെ വാക്കായിരുന്നു അവന്റെ അവസാന വാക്ക്. എന്നാ അവൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നിനക്കങ്ങനെ തോന്നിയതാ. എന്നും അവന്റെ അമ്മ പറയുന്നത് തന്നെയാ അവന്റെ അവസാന വാക്ക്. അത് അഖില, കല്യാണിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിന്റെ കൈ പൊള്ളിയപ്പോ നിന്റെ ആത്മനിയന്ത്രണം കൈവിട്ടതാണ് കാരണം. അതെനിക്കറിയാം. എന്നാലും വേണ്ടിയിരുന്നില്ല. എന്റെ പിഴവിന് പാവം കല്യാണി. അവളെങ്ങനെ കുറ്റക്കാരിയാവും? എന്നാലും കല്യാണി എങ്ങനെ അടിക്കരുത്? അത് ശരിയല്ല. മുഖം വാടാനല്ല ഞാൻ പറഞ്ഞത്. കൃഷ്ണേട്ടന്റെ കൈ പൊള്ളിപ്പോ ഞാൻ എടുത്തു ചാടി പ്രതികരിച്ചു അല്ലേ? നമ്മുടെ മകനല്ലേ, അവനത് ചൂണ്ടിക്കാട്ടി. ഇപ്പൊ ശാന്തമായില്ലേ അഖിലയുടെ മനസ്സ്? ഇങ്ങനെ ഒരു അമ്മയും മോനും. മുഖം കാണുമായിരുന്നു. വല്ലാണ്ട് തകർന്നു പോയി ആ പാവം. എനിക്കത് കാണാൻ കൂടി പറ്റിയില്ല. അഖില മാഡം വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ കൂടി പറ്റില്ല. എനിക്കും അതെ കല്യാണി. നിന്റെ കണ്ണുകൾ നനയുന്നത് എനിക്ക് സഹിക്കില്ല. ഞാൻ കാരണം അമ്മയും മകനും തമ്മിൽ അകലാൻ പാടില്ല. അതെനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. അഖിലാമ്മയോട് എന്നെ പലവട്ടം തല്ലിയിട്ടുണ്ട്. ഞാനത് ഓർത്തിരിക്കാറില്ലല്ലോ. അമ്മമാര് മക്കളെ തല്ലാറുണ്ടല്ലോ. മക്കളതൊക്കെ ഓർത്തിരിക്കുവോ? ഞാൻ ഓർത്തിരിക്കുന്നത് അഖിലാമ്മയുടെ ഓരോ നിമിഷവും എനിക്ക് തന്ന സ്നേഹത്തെ പറ്റിയാ. ഈ ആംബുലൻസിലൊക്കെ തലതിരിച്ച ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ മിറർ റിഫ്ലക്ഷനിലൂടെ കണ്ടാലേ അത് നേരെ വായിക്കാൻ പറ്റൂ. അതുപോലെയാണ് ഇതും. മിറർ റിഫ്ലക്ഷനിലൂടെ കണ്ടാൽ മാത്രമേ ഇതിനെ നേരെ വായിക്കാൻ പറ്റൂ. വല്യുഞ്ഞിന്റെ പേരെഴുതി ഈ മോതിരം ഞാൻ ഇട്ടാല് അറിയാലോ പുകില്. എന്ത് പുകില്? ഇത് നിന്റെ കൈ കിടക്കും ഊരാതെ. മിറർ റിഫ്ലക്ഷനിലൂടെ മാത്രമേ ഈ പേര് വായിക്കാൻ പറ്റൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. അതെന്താ കല്യാണി, ഞാനൊരു ഗിഫ്റ്റ് തന്നപ്പോ എനിക്ക് തിരിച്ചു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? ഞാൻ എന്താ തരണ്ടേ? ദേ, ഇവിടെ ഒരു സമ്മാനം. അയ്യടാ. അഖില ചെയ്തത് തെറ്റാണെന്ന് ആനന്ദ് പറഞ്ഞിരിക്കുന്നു. ആന്റി, അതെ, അവൻ അഖിലേച്ചിയെ ധിക്കരിച്ചതിനൊന്നുമല്ല. മറിച്ച് അവൻ ജീവിതത്തിൽ ആദ്യമായി അഖിലേച്ചിയെ ധിക്കരിച്ചത് ആ അടുക്കളക്കാരിക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോ ഉള്ളിലൊരു കൊടുങ്കാറ്റ്. അതെ ആന്റി, ഞാനും ശ്രദ്ധിച്ചു. അങ്കിളിന്റെ കൈ പൊള്ളിച്ചിട്ടും ആനന്ദിന് അവളോട് അനുകമ്പ. ആ അടുക്കളക്കാരിക്ക് വേണ്ടി അഖിലേച്ചിയെ വരെ എതിർത്ത് സംസാരിച്ചിട്ടും നിനക്കത് മനസ്സിലായില്ലേ? അവനിപ്പൊ തൃച്ചംബരത്തെ ആരേക്കാളും വലുത് അവളാണല്ലോ. അടുക്കളക്കാരിയുടെ ചീതയൊരുക്കം വരെ ആ കനലെരിഞ്ഞെന്ന് വരും. അത്
കെട്ടുപോവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. ഗംഗേ, അത് കെടാതെ ഈ വിലാസിനൊരു കാറ്റായി കൂടെ ഉണ്ടാവും. പക്ഷേ അതിനൊരു കാരണം കണ്ടെത്തണം. ഞാൻ പറഞ്ഞ ജ്യൂസ് റെഡിയായോ? ഇപ്പൊ റെഡിയാക്കാം. ആ ആന്റി, ആന്റി, എന്താടി ജ്യൂസ് കിട്ടിയില്ലേ? ഏത് നേരവും കുടിച്ചും തിന്നും പിന്നെ അയവിറക്കിയും. എന്തൊരു ജന്മം ഭഗവാനെ. എന്താ ആന്റി ഇത്? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാ. കല്യാണിയുടെ കയ്യില് ആനന്ദെന്ന് എഴുതിയ ഒരു മോതിരം കിടക്കുന്നു. ആ, കല്യാണിയുടെ കൈവിരലിൽ ആനന്ദം നൽകിയ മോതിരോ? വെറുതെ എന്തെങ്കിലും എഴുന്നള്ളിക്കാൻ വേണ്ടി കള്ളത്തരം പറയല്ലേ ജയന്തി. അയ്യോ ആന്റി, കള്ളത്തരമല്ല. ഞാൻ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ഇവള് വെറുതെ പൊട്ടത്തരം എഴുന്നള്ളിക്കുന്നതാ. ഞാൻ കണ്ടതാ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞത് സത്യവാ. അതില് ആരുടെ പേരെഴുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. നോക്കട്ടെ. നോക്കട്ടെ കല്യാണി, അതിലെന്താ എഴുതിയിരിക്കുന്നത്? എന്തെത്ര മടി? നിന്റെ മോതിരം ഒന്ന് നോക്കട്ടെ. അമ്മേ, ഇതെവിടുന്ന് കിട്ടി മോതിരം? മാഡം, അതൊരു സിദ്ധൻ പൊതിച്ചു കൊടുത്ത മോതിര. കയ്യിൽ നിന്ന് ഊരരുതെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആണോ? തൃച്ചംബർ ഇന്നൊരു പ്രണയതീരം പോലെ വിജനമായി കിടക്കുന്നു. എന്റെ പ്രണയാഭ്യർത്ഥന കേൾക്കാൻ കാതോർത്തിരിക്കുന്ന സ്റ്റെല്ല. സുബ്രു, ഇതിലും നല്ലൊരവസരം നിനക്ക് കിട്ടാനില്ല. വിഘ്നേശ്വര, നിനക്ക് 100 നാളികേരം ഞാൻ അടിച്ചേക്കാവേ. എല്ലാം ശുഭമാക്കി തരണമേ. നീ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമ്പോ രവിവർമ്മ വരച്ച ചിത്രത്തിൽ പാഞ്ചാലിയും താറാവും ഇരിക്കുന്ന പോലെയുണ്ട്. അത് പാഞ്ചാലിയും താറാവൊന്നുമല്ല, ദമയന്തിയും ഹംസവാ. കഷ്ടം. ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ വേണം? എനിക്ക് ജോലിയുണ്ട്. എനിക്കറിയാം. നീ ജോലി ചെയ്തോ. എനിക്കൊരു കത്ത് ടൈപ്പ് ചെയ്ത് തരുമോ? ഞാൻ നോക്കിയോളാം. ഞാൻ ബിസിയാണെന്ന് പറഞ്ഞില്ലേ? കഷ്ടിച്ച് 1 പേജേ വരൂ. 1 പേജ്. ഒരു അത്യാവശ്യ കാര്യം. പ്ലീസ് പ്ലീസ്. ശരി, പറയ്. ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ തോന്നി എനിക്ക്. എന്തിന്? ഈ മോതിരം അമ്മ കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കൂ ഞാൻ?
കഴുകൻ കണ്ണുകളുമായിട്ട് ചുറ്റുക തൃച്ചംബരത്ത് 2-3 എണ്ണം. അവരുടെ കണ്ണ് വെട്ടിച്ച് ഈ മോതിരം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണി, ഇതങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ ടെൻഷൻ? അല്ല, ഏതെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ വെച്ച്. കല്യാണി, നിന്റെ കണ്ണുകളിൽ പ്രണയം ഉള്ളതുകൊണ്ട് നിനക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റൂ. എന്താടാ? ഏയ്, ഇത് സ്റ്റെല്ലയച്ച മെയില് തന്നെ അല്ലേ? ആ അതെ. ഒന്ന് വായിച്ചു നോക്ക്. സ്വന്തമായിട്ട് 2 വാക്ക് പോലും എഴുതാൻ അറിയാത്ത കാമുകൻ. കണ്ടവരെഴുതിയ സിനിമാ ഗാനങ്ങൾ കട്ടുമൂട്ടിച്ച് പ്രണയലേഖനം എഴുതിയിരിക്കുന്നു. കഷ്ടം. ഏടാ, ഇതൊരു കഷ്ടമാണോ നിന്റെ കാര്യം? കാലങ്ങ് തലയെ കയറ്റി വെച്ചിരിക്കടി. ആന്റി ഇവിടെ ഇല്ല, അങ്കിളും ഇല്ല, ആനന്ദേട്ടനും ഇല്ല. അപ്പൊ പിന്നെ ഞാനങ്ങ്. ഓ, അത് ശരി. അപ്പൊ അവരെ മാത്രമേ നിനക്ക് വിലയുള്ളൂ. അയ്യോ, എന്നെ വിലയില്ലല്ലേ? മാറി നിക്ക്. ആ. ഞങ്ങൾ ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. ഞാൻ പ്രസിഡന്റ് CK നമ്പൂതിരി, ഇത് സെക്രട്ടറി വിജയമോഹൻ. എന്താ നിങ്ങൾ വന്നേ? കാര്യം പറയൂ. പറയാം മാഡം. അഖില മാഡം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഏറ്റെടുത്തിരുന്നു. ജ്യോതിഷപ്രകാരം നാളെ തൊട്ട് പണി തുടങ്ങണം. അതിന് അഖില മാഡത്തിനോട് അനുവാദം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ഓ, അത് ശരി. അമ്പലം വിഴുങ്ങികളാ. അമ്പലത്തിന്റെ പേര് പറഞ്ഞ് കാശ് പിരിച്ച് വിഴുങ്ങാൻ നടക്കുന്നവര്. ഇങ്ങനെയാ തൃച്ചംബരത്തെ കാശൊക്കെ പോകുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി സ്ഥലം വിട്. പോകാൻ വരട്ടെ. അഖില മാഡത്തിന്റെ മൂത്ത മരുമകളായി തൃച്ചംബരത്ത് വാഴിച്ചിരിക്കുന്നത് ഇത്ര നല്ലവളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അന്തസ്സുള്ള പെരുമാറ്റം, അത് മതി അഖില മേഡത്തിന്റെ മരുമകളാകാൻ. ഞങ്ങൾക്ക് സന്തോഷമായി. ഏയ്, നിർത്ത്. എടോ അമ്പലം വിഴുങ്ങികളെ, ഇവിടുത്തെ മൂത്ത മരുമകളൊന്നും അല്ല. ദേ, ഈ നിൽക്കുന്നതാ ഇവിടുത്തെ മൂത്ത മരുമകൾ. അയ്യോ, ബ്രാൻഡ് അംബാസിഡറൊക്കെ പണ്ട്. ഇത് തൃച്ചംബരത്തെ സർവ്വ അധികാരങ്ങളുള്ള മൂത്ത മരുമകളാ എന്റെ ഏട്ടത്തിയമ്മ. ആ അതെ, അമ്മ പറയേണ്ട വാക്കുകളാണ് കല്യാണി പറഞ്ഞിരിക്കുന്നത്. അമ്മ വരുമ്പോ ഞാനും കൂടി പറഞ്ഞോളാം. പണി തീരുമാനിച്ചുറപ്പിച്ച ദിവസം തന്നെ തുടങ്ങട്ടെ. ഞങ്ങളുടെ മാനേജർ അങ്ങോട്ട് വന്നോളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തിരുമേനി, ഭൂതനാഥന്റെ കാര്യത്തിന് ഒരു തടസ്സവും വരില്ലെന്ന്. വലിയ സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ.
വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവള് വന്ന് ഉത്തരവിടുന്നു. അവൾക്ക് ആര് കൊടുത്തു ഈ അധികാരം? ആ അരവിന്ദേട്ടൻ അവരുടെ മുന്നേ വെച്ച് അടുക്കളക്കാരിയെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ലേ? അവള് വേലക്കാരിയല്ല പോലും. ദേ അവളെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇതൊക്കെ ആര് കേൾക്കാനാ? ശോ ഗംഗേ, ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ആ അടുക്കളക്കാരിയെ നിലയ്ക്ക് നിർത്തണം. അഖിലേച്ചി ഇങ്ങോട്ട് വരുമ്പോ ദേ 1ന് 10 എല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അഖിലേച്ചിയെ കല്യാണിക്കെതിരായിട്ട് തിരിക്കണം. അതെ ആന്റി, ആ കല്യാണി അങ്ങനെ വിടാൻ പാടില്ല. അരിയും തിന്നു ആശാരിച്ചിയും കടിച്ചു. പിന്നെ നായ്ക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞ അവസ്ഥയായി. മനസ്സിന് വിഷമം ഉണ്ടായി, അതൊക്കെ ശരിയാ. പക്ഷേ അത് വേണ്ട. ഞാൻ തിരക്കാം. കേട്ടു കേട്ടു, ഇപ്പൊ വരും. വിലാസിനെ. ആ അയ്യോ എന്താ ചേച്ചി? വാ വാ. എന്താ ചേച്ചി? നീ പറയുന്ന കേട്ടല്ലോ, ഇവിടെ നടന്നതൊന്നും ഇപ്പൊ പറയണ്ടെന്നൊക്കെ. എന്താ ഇവിടെ നടന്നത്? അങ്ങനെ ചോദിക്കേ. എന്താ ആലോചിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ മറച്ചു വെക്കുന്നേന്ന്? എന്താ ഇവിടെ ഉണ്ടായത്? അത് കുറച്ചു മുമ്പ് ഇവിടെ നമ്മുടെ ഭൂതനാഥ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ വന്നിരുന്നു. അപ്പൊ അവൾ അടുക്കളയെന്ന് വന്ന അധികാരിയായി മാറുമായിരുന്നു. ശോ, അവരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ചേച്ചി? ദേ കേട്ട് നിന്ന അരവിന്ദ് പോലും ഒന്നും പറഞ്ഞില്ല ആ കല്യാണിയെ. വേലക്കാരിക്ക് വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ പോരെ. അവളെന്തിനാ തൃച്ചംബരത്ത് അഖിലേച്ചിയുടെ അധികാരം എടുക്കുന്നേ? അയ്യോ പാവം, ഗംഗയ്ക്കത് വല്ലാത്ത സങ്കടായിപ്പോയി. കണ്ടോ, തോന്നിയാസല്ലേ? അടുക്കളയിൽ ജോലി ചെയ്യേണ്ട സമയത്ത് വീട്ടില്. ഓ, ഇവിടെ ആര് ചോദിക്കാനെന്ന മട്ടായിരിക്കും അവക്ക്. സുജാത മാഡം. കല്യാണിയെ പോയി വേഗം വിളിച്ചിട്ട് വാ. ശരി മാഡം. വിലാസിനി മേഡവും കൂട്ടാളികളും ചേർന്ന് നിന്റെ കുറ്റങ്ങൾ എരിവും പുളിയും കൂട്ടി പറഞ്ഞ് പ്രശ്നം ഇരട്ടി വഷളാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ എന്തു കുറ്റം അവരോട് ചെയ്തത്? ആ അമ്പലം കമ്മിറ്റിക്കാര് വന്നപ്പോ ഉണ്ടായ കാര്യങ്ങളില്ലേ, അത് നിനക്കെതിരെയുള്ള ഒരായുധമാക്കി 10 ഇരട്ടിയാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഖില മാഡം ദേഷ്യപ്പെട്ടാ നിൽക്കുന്നത്. എന്റെ ഈശ്വര, ഇവർക്കിത് എന്തിന്റെ കേടാ? നിന്നെ എങ്ങനെയെങ്കിലും തൃച്ചംബരത്തുനിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണവർക്ക് അതിനവരെ പഠിച്ച പണികളൊക്കെ പയറ്റും. എന്താ ജിജി അവർ അഖില മേഡത്തിനോട് പറഞ്ഞു കൊടുത്തത്? ആണോ ആന്റി? ദേ അഖിലാന്റി. ചേച്ചി ദേ ഇവിടെ എത്തി. ഓക്കെ ഓക്കെ ശരി, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. അമ്മേ, അനീഷ. ഏതനീഷ്? അമ്മേ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത അനീഷ. അവനൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അമ്മയെ കൊണ്ട് തന്നെ പേരിടിക്കണമെന്ന് അവന്റെ ആഗ്രഹം. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ആനന്ദേ? അവരുടെ ഒരു ആഗ്രഹമല്ലേ അമ്മ. അമ്മ എത്രയോ പേർക്ക് പേരിട്ട് കൊടുത്തിട്ടുള്ളതാ. കുഞ്ഞിന്റെ കാതിലൊന്ന് ഫോൺ വെച്ച്. കല്യാണി, കല്യാണി, കല്യാണി. അനീഷ് ഒരു ദിവസം ഇങ്ങോട്ട് വരും. കുഞ്ഞിനെയും കൊണ്ടുവരണം. അവളെ എനിക്കൊന്ന് കാണണം. ആ ഭൂതനാഥ ക്ഷേത്രത്തിൽ നാളെ വന്നപ്പോ നീ എന്താ അവരോട് പറഞ്ഞത്?
ചോദിച്ചത് കേട്ടില്ലേ? ക്ഷേത്രം പണി തുടങ്ങിക്കൊള്ളാൻ നീ അവരോട് പറഞ്ഞോന്ന്. പറഞ്ഞു. വെരി ഗുഡ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മുടക്കം വരുത്താറില്ല. നീ ചെയ്തത് നല്ല കാര്യമല്ലേ? എനിക്ക് സന്തോഷായി. മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വമായി അവർ നമ്മളെ വേദനിപ്പിക്കുന്നു. വിധിയെ പഴിച്ചാരി നമുക്ക് ആശ്വസിക്കാം. പങ്കിട്ട് കുടിക്കാം. ചിരിച്ചു. ഇപ്പോഴാ അരയാൽ ചുവട്ടിലെ ചെമ്പരത്തിയായത്. ചിരിക്കുന്ന ചെമ്പരത്തി. ഈ രാജേഷിന് ഹേമയോട് ഭയങ്കര പ്രേമ. ഏത്? അപ്പൊ ഈ രാജേഷ് ഇല്ലേ, അവന് ഹേമയോടുള്ള പ്രേമം എങ്ങനെയാ പറഞ്ഞേന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസേ ഈ രാജേഷ് ഹേമയോട് ചോദിക്കുക, നമുക്കൊരു കുഞ്ഞുണ്ടായ എന്നുവെച്ചാ അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് എന്തു പേരിടുന്ന്. ഞാൻ തന്നെ ആലോചിച്ചു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അതന്നെ ആലോചിച്ചിരിക്കുന്നു. അരവിന്ദിന് ഓഫീസിൽ പോണ്ടേ? നന്ദന അമ്മയുടെ അച്ഛന്റെ ഉള്ളിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ആകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത്. നന്ദന, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാം പറഞ്ഞു തീർത്തല്ലേ നമ്മൾ? നിങ്ങൾ കരുതുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല ആനന്ദ്. അതെ ബ്രോ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഭയങ്കര സ്നേഹത്തിലല്ലേ? അതെ. പിന്നെന്താ അമ്മയുടെ ആഗ്രഹം നിങ്ങൾ കാണാതെ പോകുന്നത്? മനഃപൂർവ്വം അല്ല ആനന്ദ്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ അരവിന്ദിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? ഞാനാ പറയുന്നത്, ഇനി വൈകിക്കരുത്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ആദ്യം ഓടിക്കളിച്ച് നടക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാ. പോട്ടെ. അവൻ കൂടപ്പറപ്പിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ആരെങ്കിലും ഉണ്ടാവുക കല്യാണി ഇക്കാലത്ത്? സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും അവനെന്നെ തോൽപ്പിക്കുക. ആ ചങ്കൊന്ന് പിടഞ്ഞാ തകരുന്നത് വല്യുകുഞ്ഞിന്റെ ഹൃദയമാണെന്ന് എനിക്കറിയാം. എനിവേ ഞാൻ ഓഫീസിലേക്ക് പോവാ. കല്യാണി, എന്താ വല്യുകുഞ്ഞെ? ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ ഞാൻ വരാം. ഇന്നത്തെ ഊണ് സ്പെഷ്യൽ ആയിക്കോട്ടെ. പുസ്തകം വല്ലാണോ? നന്ദന, എന്താ? പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു അരവിന്ദന്?
ഗഹനമായിട്ടുള്ളൊരു വായനയിലാണെന്ന് മനസ്സിലായി. ഇത് ഐറ്റം മാറ്റിപ്പിടിച്ചേ പറ്റൂ. ഇതേതാ പുസ്തകം? പ്രേമ പുസ്തകമാണോ? ആണെങ്കി പ്രേമ പുസ്തകമാണെങ്കിലേ മയിൽപ്പീലി വെച്ചാ പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു ചൊല്ലു. ഞാനേ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. നന്ദൻ അച്ഛനും അമ്മയും പാവങ്ങളല്ലേ, അവർക്കില്ലേ അപ്പൂപ്പ അമ്മൂമ്മ സ്വപ്നങ്ങൾ ഇല്ലേ? ആ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അല്ലേ? എന്തേ? ലേറ്റ് ആകുന്നു. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. പുസ്തകം വായിക്കാൻ കൂടി സമ്മതിക്കില്ല. പുസ്തകം വായനാണ് എല്ലാത്തിനും. പെൺകുഞ്ഞിനെയാണോ ആൺകുഞ്ഞിനെയാണോ ഇഷ്ടം? എനിക്കൊന്നും അറിയില്ല, പോയി ചോദിക്കും. നീ ഇപ്പൊ എന്താ ചോദിച്ചേ? അതെ, അഖിലാന്റിക്ക് കൊച്ചുമകനെയാണോ കൊച്ചുമകളെയാണോ ഇഷ്ടം? നീ ഓക്കെ ആണെങ്കിലേ ഇരട്ട കുട്ടികളുടെ അച്ഛനാവാനും ഞാൻ തയ്യാറാണ്. അതുപോലെ പെണ്ണുങ്ങളും ശുദ്ധമായാൽ ഏറ്റവും ശുദ്ധം, മോശമായാലോ? പിന്നെ ആദ്യ രാത്രിക്ക് പാല് കൊടുക്കുന്നത് അതെല്ലാ മംഗളാർമ്മത്തിനും പാല് കൊടുക്കാറുണ്ട്. ഓ അങ്ങനെ. അപ്പോ ആദ്യരാത്രി എന്ന മംഗളകർമ്മത്തിനാണ് പാല്. തീർന്നോ ആദ്യരാത്രിയെ കുറിച്ച് എന്റെ കെട്ടിയോൾക്ക് പറയാനുള്ളത്? അരവിന്ദേ, എഴുന്നേക്ക് എഴുന്നേക്ക്. ഒരു 10 മിനിറ്റ് കൂടി കൊടുക്കട്ടെ. 10 മിനിറ്റോ? എഴുന്നേക്ക്. നമുക്കേ ഇന്ന് അമ്പലത്തിലൊക്കെ പോണം. വാ തൊഴണം. വാ വാ എഴുന്നേക്ക്. ദേ അരവിന്ദ, എനിക്ക് ദേഷ്യം വരും. നീ പോയി കുളിക്കുന്നുണ്ടോ ഇല്ലയോ? കുളിക്കാം. ഇനി ഇതിന്റെ പേരിൽ അപ്സരസ് പിണങ്ങണ്ട. പോ. പല്ലേക്കണ? വേണ്ട. വേണ്ടല്ലേ? അൽപായസയുള്ളൂ ഉണ്ടാവൂ. അത് വിലാസിനിയുടെ വാക്ക. ആന്റി, അഖിലാന്റി വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. അതൊരു നല്ല കാര്യമാണെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. സമ്മതിച്ചെന്ന് പറയുന്നേ. ഓക്കെ, സമ്മതിച്ചു. താങ്ക്സ് അമ്മേ.
എന്നാൽ ഞാൻ പാർട്ടിക്കുള്ള മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. ആ ചായ കുടിക്കുക കൃഷ്ണേട്ട. ആ പാർട്ടിയിൽ വെച്ച് അഖിലാഞ്ജിയെ ഇങ്ങനെ അപമാനിക്കണമെന്നുള്ള ആലോചനയിലാണോ? ഈ പാർട്ടി നടക്കരുത്. അഖിലാണ്ടേശ്വരി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടണം. അതിന് എന്ത് കുഴപ്പമുണ്ടാക്കണമെന്നാ എന്റെ ആലോചന. ഇങ്ങനൊരു പാർട്ടി നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് ആനന്ദ. അപ്പോ അതിന്റെ പിന്നിൽ അവന് എന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എനിക്ക് പിടിയിട്ടാത്ത. അമ്മയ്ക്ക് പുരസ്കാരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ മകനൊരു ആഘോഷം നടത്തുന്നു. അതിലെത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? പയറ്റാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ ആന്റി. കണ്ടുപിടിക്കണം. മാത്രമല്ല, ഈ പാർട്ടിയിൽ വെച്ച് ആ അടുക്കളക്കാരിക്ക് ഒരു സമ്മാനം കൊടുക്കണം. അവൾക്കൊരിക്കലും മറക്കാനാവാത്തൊരു സമ്മാനം. പറ്റിയിട്ടില്ലെന്ന് നിനക്കൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നടക്കാൻ പോകുന്ന അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഈ ഫംഗ്ഷൻ നമ്മുടെ റിസപ്ഷൻ കൂടി ആക്കാൻ പോകുന്നു. അഖില മേഡത്തിന് അവാർഡ് കിട്ടിയത് അനുമോദിക്കാനോ ആശംസിക്കാനുമാണെന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ വലിയ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവാ. അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷനും നമ്മുടെ കല്യാണ റിസപ്ഷനും ഒരേ നാളിലാണെന്ന് നീ അങ്ങ് കരുതിയാ മതി. ഇതിന്റെ എല്ലാ ഏർപ്പാടുകളും അരവിന്ദും സുബ്രും കൂടിയാ ചെയ്യുന്നത്. വേണ്ട വലിയ എനിക്ക് പേടിയാവാ. ഒന്നും പേടിക്കണ്ട. അഭിനെ, റിസപ്ഷൻ ഉടുക്കാൻ ഞാനൊരു പുതിയ സാരി വാങ്ങിത്തരും. അതേ ഉടുക്കാൻ ഞാൻ മുൻകൂട്ടി കണ്ടതുകൊണ്ടാ എന്റെ സ്റ്റാറ്റസിനുള്ള സാരികൾ വാങ്ങിത്തരാത്തത്. എന്നാൽ ഇതങ്ങനെയല്ല. എന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച ഒന്നായിരിക്കും. പിന്നൊരു കാര്യം, ദാസേട്ടൻ ചോദിച്ചാ ഫംഗ്ഷൻ ഉടുക്കാനായിട്ട് അമ്മ തന്നാണെന്ന് പറഞ്ഞാ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എല്ലാം അങ്ങോട്ട് തരുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ആ, തൽക്കാലത്തേക്ക് ഇവിടെ ഒരു സമ്മാനം തന്നാലും മതി. ഓ, അതാണോ? വലിയ കണ്ണടക്കി. അയ്യടാ, എന്നിട്ട് ഇറങ്ങി ഓടാനല്ലേ? ഇല്ല, ഞാൻ ഓടില്ല, സത്യം. ഫംഗ്ഷനിൽ ഞാൻ എടുക്കുന്ന ഈ സാരി കണ്ടിട്ട് അഖില വരെ ഞെട്ടണം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരാണ്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഹലോ, ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ക്ലിയർ ആകുന്നില്ല. റേഞ്ച് പോകുന്നതാ. ഹലോ ഹലോ, കേൾക്കാമോ? വ്യക്തമാകുന്നില്ല. ഞാനിപ്പോ കാറില, പുറത്തേക്ക് ഇറങ്ങാം. നാഗമഠത്തെ പ്രിയങ്കയുടെ അനുജത്തി. തൽക്കാലം നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും. നീ പറഞ്ഞതിൽ എന്റെ പേര് മാത്രം ശരി, ബാക്കിയെല്ലാം കള്ളം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ഗംഗേ. നീ നാഗമഠത്തെ കുടുംബത്തിലെ അംഗമാണെന്നും പ്രിയങ്കയുടെ അനുജത്തിയുമാണെന്നും തെളിയിക്കുന്ന എല്ലാ രേഖകളും എന്റെ കൈവശമുണ്ട്. ഇതൊക്കെ പറഞ്ഞെന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നവളല്ല. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുത്തി തന്നേക്കാം. നീ ഫംഗ്ഷനിൽ ഉടുക്കാൻ ഒരു സാരി വാങ്ങി കാറിന്റെ പിറകിലത്തെ സീറ്റിൽ വെച്ചിരുന്നില്ലേ? ഇപ്പോൾ അത് വെച്ച സ്ഥലത്ത് സുരക്ഷിതമായി. ഇപ്പോൾ മനസ്സിലായോ നിനക്ക് കാര്യങ്ങൾ ഏതു വഴിക്കാ പോകുന്നതെന്ന്? നീ ആരാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഞാൻ അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കട്ടെ? അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. അത് കൊടുക്കരുത്. ഞാൻ നിങ്ങൾ പറയുന്ന എത്ര രൂപ വേണമെങ്കിലും തരാം. എനിക്ക് പണമൊന്നും വേണ്ട. പിന്നെ എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം.
അതുവരെ എന്റെ മൂന്നാം കണ്ണ് തുറന്ന് നിന്റെ നീക്കങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗുഡ് ബൈ. ഇത് അമ്മയ്ക്ക് അവാർഡ് കിട്ടിയതിന്റെ പാർട്ടിയായിട്ടാണ് നടത്തുന്നതെങ്കിലും ഫലത്തിൽ ഞാനും കല്യാണിയും തമ്മിലുള്ള കല്യാണത്തിന്റെ റിസപ്ഷൻ പാർട്ടി ആയിരിക്കണം. ആനന്ദ്, ഫംഗ്ഷൻ ആന്റി വരില്ലായിരുന്നെങ്കിൽ നീ പറഞ്ഞത് ഓക്കെ. ഇത് ആന്റി വരുന്ന ഫംഗ്ഷൻ നിന്റെയും കല്യാണിയുടെ റിസപ്ഷൻ ഫംഗ്ഷൻ ആക്കണമെന്നൊക്കെ പറഞ്ഞ അത് ഇമ്പോസിബിൾ, ചിന്തിക്കാൻ കൂടി പറ്റില്ല. സുബ്രു, പാർട്ടി ആരംഭിച്ച ഉടനെയൊന്നും അമ്മ വരാൻ പോകുന്നില്ല. അല്ല, അത് അല്ലെങ്കിൽ അമ്മ വരുന്ന സമയം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും.